നമ്മൾ എന്ത് ചെയ്യും? ഇവനാകെ 2 കാര്യത്തിനെ വാ തുറക്കാറുള്ളൂ. മന്തി ബാ. അയ്യോ പട്ടിയടാ പട്ടി പട്ടി പട്ടി. ഇങ്ങനത്തെ വാക്കൊന്നും പറഞ്ഞാൽ ഞങ്ങള് ഒറ്റണം തരും അല്ലേ? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാരും ചെയ്യല്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഗൈസ് വേറൊന്നുമല്ല, പെട്ടെന്നുള്ളൊരു വ്ളോഗാണ്. എപ്പോഴത്തെ പോലെ തന്നെ പെട്ടെന്നുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ കാര്യങ്ങളൊക്കെ പറയാം. അതിനും ആരൊക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുത്താം. പാപ്പി, കണ്ണൻ സാർ. അപ്പോൾ ഗൈസ് നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ ഇന്ന് നെയ്മറിൻ്റെ ബർത്ത്ഡേ. നെയ്മർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന അറിയത്തില്ല, നമ്മുടെ എബിൻ ജീമോൻ. യെസ്, അപ്പോൾ എബിൻ ജീമോൻ്റെ ബർത്ത്ഡേ. കേക്ക് വാങ്ങാൻ ഞങ്ങൾ 9 മണിയാകുമ്പോഴാണ് പോകുന്നത്. കട അടയ്ക്കോ ഇല്ലയെന്നൊന്നും നമുക്ക് കണ്ടറിയാം. എന്താണ് പാപ്പി, കട അടയ്ക്കോ ഇല്ലയോ? പോയി നോക്കാം. കാരണം സാർ കടയൊന്നും അടയ്ക്കത്തില്ല. കട അടയ്ക്കത്തില്ലെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, നമ്മൾ കട തുറപ്പിക്കും. യെസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കടയിലോട്ട് പോവാം. ഓക്കെ, സോറി. അപ്പൊ നമ്മള് മന്തി വാങ്ങിട്ട് പോയതോ? മന്തിയോ? അവനും ഉണ്ട്, അവന്റെ ഒരു മന്തി ഉണ്ട്. എവിടെ പോയാലും ഒരു മന്തി മാത്രമേ ഉള്ളൂ. ആ ഗൈസ്, നിങ്ങളെ കരിയാക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവനാകെ 2 കാര്യത്തിനെ വാ തുറക്കാറുള്ളൂ. ഒന്ന് വ്ലോഗ് ചെയ്യാനും ഒന്ന് മന്തി എന്നും ഉണ്ടാനും. ഇത് മാത്രമേ ചുമ്മാന്നല്ല, സത്യമായിട്ടുള്ള കാര്യം. അല്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത കടയുണ്ടല്ലോ. എവിടെ? ബേക്ക് ഹൗസ് ഉണ്ട്. അതെവിടെ? ബേക്ക് ഹൗസ് തുറന്നിട്ടുണ്ട്. ഇവിടെ കേക്ക് ഉണ്ടോ? ഓ കണ്ണൻ സാർ, നിങ്ങളൊരു കില്ലാടി തന്നെ. ഞാൻ പോലും ചിന്തിച്ചില്ല അടുത്തുറന്നു. യെസ് ഗൈസ്, നമ്മളങ്ങനെ കോതന്നിലെ ഒരു ബേക്ക് ഹൗസിൽ എത്തിട്ടാ. കേക്കൊക്കെ നോക്കാം. കേക്ക് വല്ലൊരു നമ്മൾ സ്ഥിരം അങ്ങനെ നൈറ്റ് ചെയ്തല്ലേ? വേണ്ട, മാറ്റി പിടിക്കാം. ഇതും വാങ്ങിയതാ. റെഡ് വെൽവെറ്റ് അല്ലേ? ചോക്ലേറ്റ് വാങ്ങിച്ചാലോ? ചോക്ലേറ്റ് എടുക്കാം. ശരിയാ. ചോക്ലേറ്റ് എത്ര? അതെടുത്തു. ഉണ്ട്. എന്നെ എഴുതണ്ട. ഹാപ്പി ബർത്ത്ഡേ നെയ്മർ നെയ്മു. ഹാപ്പി ബർത്ത്ഡേ നെയ്മു. ഗൈസ് രാത്രി സമയം 9:30 ആവുന്നു. അപ്പൊ ഗൈസ് രാത്രി 9:30 ആയി കഴിഞ്ഞാൽ ക്ലൗഡ് കേക്സിൽ കേക്ക് കിട്ടത്തില്ല. എവിടെ പറഞ്ഞാൽ ബേക്ക് ഹൗസ്. ബേക്ക് ഹൗസിൽ നിന്ന് കേക്ക് കിട്ടും കേട്ടോ. ഈ പരിസരത്തുള്ളവരോട് ഞാൻ പ്രത്യേകം പറയാണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മൾ ദേ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പേ മനുബായി പോകുന്നുണ്ട്. കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ഒരു ഒരു വെട്ടം കണ്ടോ? അത് തന്നെ. അവനവിടെ എത്തി. നമ്മൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ നെയ്മറിന്റെ വീട്ടിൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വരുന്നത്. വീട്ടിൽ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈ വീടിന്റെ വാതിക്ക വരെ വന്നിട്ടുള്ളൂ. നമുക്കറിയത്തില്ല അവരുടെ. നോക്കാം നെയ്മറൊക്കെ കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു മെയിൻ പരിപാടി അല്ലേ? കാരണം സാറേ, എന്ത് ബർത്ത്ഡേ ഉണ്ടെങ്കിലും നമ്മൾ ഒരു കേക്കിലും കട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അവൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഡോറ് തുറക്കും. അയ്യോ പട്ടിയടാ പട്ടി പട്ടി. അവൻ നമ്മളെ പേടിച്ച് കണ്ടിട്ട്. എൻ്റെ അടിയാ. അപ്പോൾ നമ്മളങ്ങനെ മുൻപായുടെ വീട്ടിലെത്തി. മനുബായുടെ അമ്മയൊക്കെ ജനലിനകത്തുണ്ട് കേട്ടോ. അവിടെ ആരാണ്ടൊക്കെ ഉണ്ട്. മനുവല്ല, നെയ്മർ. ആള് വരെ മാറിപ്പോയി. യെസ് ഗൈസ്, ഒരിടക്കത്തിരിട്ടല്ലേ. നമ്മുടെ പുതിയ വ്ളോഗിലൊക്കെ വീട് സാധനം പിന്നല്ലാതെ അപ്ഡേഷൻസ് നേടർ ഗൈസ്. എടാ, അവനിനി പുറകത്തെ ഡോർ വഴി ഇറങ്ങി വരുമോ? അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒന്നുകൂടെ പറയും. ഒട്ടും പ്രതീക്ഷിക്കുന്നു. മതി. എന്നാ നമ്മുടെ സ്വന്തം വീട്.
എല്ലാം കൂടെ കേറത്തില്ലേ? വരവേൽക്കും. അതെ ഹാപ്പി ബർത്ത്ഡേ. അരക്കിലോടെ കേക്ക് കൊണ്ട് നമ്മൾ 50 പേരുണ്ട്. അതെ അതൊക്കെ എന്ത് പറയുന്നേ? അതൊക്കെ എന്തിനറിയണം? എന്നാ ഞങ്ങള് കോട്ടയത്ത് നെയ്മറിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 360 ഡിഗ്രി നിന്ന് നമ്മൾ സൗണ്ട് ആദ്യത്തെ ഈ സാധനം മേടിച്ചിട്ട് ആദ്യത്തെ ഉദ്ഘാടനം, ഈ മൈക്ക് ഉദ്ഘാടനം ചെയ്യുന്ന നെയ്മറിന്റെ ബർത്ത്ഡേ വ്ലോഗിലാ. അതായത് ചളി അടിക്കുന്നവർക്ക് മൈക്ക് കൊടുക്കത്തില്ല. ഇപ്പഴാണ് കളറായത്. Happy birthday to you. Happy birthday to you. Happy birthday dear Nemo. Happy birthday to you. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഷുഗർ കട്ടാണ്. നീ കൊടുക്കുക, അത് കരുത കഴിക്കുക. ക്രീം കൊടുത്താൽ മതി. പിന്നെ അത് കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം 2 തവണ കുടിച്ചാലും ഒരു കുഴപ്പമില്ല. ജയകൃഷ്ണ ജക്രി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഇവിടെ എല്ലാവരും അങ്ങനെ ഷുഗർ കട്ടുള്ള മനു, ഷുഗർ കട്ടുള്ള നമ്മുടെ കണാ സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്യണോ? എല്ലാ ബർത്ത്ഡേ എല്ലാവരുടെയും കേക്ക് കട്ട് ചെയ്യണ്ടത്. നമ്മുടെ തീറ്റക്കർമ്മത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമുക്ക് നെയ്മറിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നെയ്മർ എത്ര വയസ്സായി? 26. എന്ത് നേടി? ഇത്രയൊക്കെ നേടി. ഇത്രയൊക്കെ നേടിയോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. മതി, ഇത് കേട്ടാ മതി അല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്ര ലേറ്റ് ആയതുകൊണ്ടല്ലോ. ഇത്രയും നേരം പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് ലേറ്റ് ആയിട്ടോ. എന്ത് കമന്റ്? ഞാനിട്ടെ ഞാൻ റിപ്ലൈ തരാം. നീല കളറ് ബർത്ത്ഡേ ക്രീം എനിക്ക് എപ്പോഴേ തോന്നി എന്തോ ഇനി എന്തായാലും മതിയല്ല, എന്നാ പോയി കുളിച്ചേക്കാം. ഞാൻ പോയി അതാണ് നമ്മുടെ ജിമ്മിന്ന് അടുത്തതായി നമ്മുടെ കേക്ക് തീറ്റ പരിപാടിയിലോട്ട് പോകാം. കമോൺ. ഞാൻ കഴിച്ചില്ല. ഞങ്ങൾ ജയിച്ചേട്ടോ. ഞാൻ നിനക്കുള്ള ഒരു പീസ് കട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നീ എടുത്ത് ഫ്രിഡ്ജ് കയറ്റിക്കും. വരുന്ന എല്ലാവർക്കും കൊടുത്തു. കൈ വരുന്നുണ്ടോ? കോൺസെൻട്രേറ്റ് ചെയ്തോണ്ട് അല്ല എടാ, നിന്റെ കേക്ക് ഞങ്ങള് ഫ്രിഡ്ജ് വെച്ചേക്കാം കേട്ടോ. ഒരാഴ്ച എനിക്കും തോന്നില്ല കേട്ടോ, സോറി. അതിന് മുമ്പ് ഞാൻ കുപ്പിയോ? ഇത് നീ പറയുന്നത് എന്തൊക്കെയല്ലേ? കാലിക്കുപ്പി എന്നാലേ ബാബി എന്നത് നീ ഇങ്ങനത്തെ വാക്കൊന്നും പറഞ്ഞ ഞങ്ങള് ഒറ്റണം തരും അല്ലേ? കുപ്പി ഇതൊക്കെ നമ്മളോട്. ഒന്നും എന്റെ ബർത്ത്ഡേ അല്ലേടാ, എന്നിട്ട് നീ എന്തേ പറയുന്നേ? ബർത്ത്ഡേ
ഞങ്ങളെ വിളിച്ചു വരുത്തിട്ട് നമ്മൾ ആ പൈസക്ക് നമ്മളുടെ ഫുഡ് കഴിക്കണം, മനസ്സിലായി? നല്ല ഫുഡ് കഴിക്കണം, അല്ലെ എവിടെയെങ്കിലും ട്രിപ്പ് അങ്ങനെയൊക്കെ ആസ്വദിച്ച് നടക്കാം. നമ്മൾ മന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ നെയ്മർ നമ്മുടെ ബർത്ത്ഡേക്ക് ചെലവായിട്ട് മന്തി കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ കാലെടുത്ത് വെച്ചാൽ ഗൂഗിൾ പേ പൈസ പോവാ. ഇവിടുത്തെ കാലെടുത്ത് വെച്ചപ്പോ ഗൂഗിൾ പേ പൈസ പോവും. മന്തി എന്നാ മന്തി എന്നാ ബാ. ഇപ്പല്ല, നാളെ നാളെ ഞാൻ കഞ്ഞി കഴിച്ചിട്ടിരിക്കും. ആടാ കഞ്ഞി വെച്ചിട്ടിരിക്കുക. കഞ്ഞി പാപ്പിയുടെ മന്തിയുടെ പൈസ എനിക്ക് തന്നാ. മന്തി വേണം. സിമ്പിൾ. പാപ്പിയുടെ മന്തിയുടെ പൈസ കൊടുത്താ പോരെ? അത് വേണ്ട ഞാൻ സ്വീകരിക്കാം. ആ പൈസ ഇവിടെ കൊടുത്താൽ ഡയറ്റിലല്ലേ? മനുവിന്റെ ജിമ്മില് ആശാന്റെ ശ്രദ്ധയ്ക്ക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ മന്തിയൊക്കെ ഒറ്റയ്ക്ക് ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ട് 3 പീസ് കേക്ക് കഴിക്കുവാണ്. ഷുഗർ കട്ടിങ് അല്ല, ഷുഗർ കട്ട് കഴിക്കുമെന്ന് പറഞ്ഞത്. മന്തിക്ക് പോ. ആന്റി ഞങ്ങളൊന്നും കൊണ്ടുപോകും. ഇപ്പൊ കൊണ്ടുവരാതെ മന്തിക്കുള്ളതില്ലേ? അത് മതി. ഞങ്ങള് 4 പേരുള്ളൂ. അതൊക്കെ എവിടെയെങ്കിലും പോകാം. കോളേജിൽ കഴിക്കാൻ പറ്റിയല്ലോ, സ്ഥലമില്ലോ. അവിടെ സ്ഥലമില്ല. നമ്മള് 4 പേരല്ലേ ഉള്ളൂ. അവിടെ സ്ഥലമില്ല. അതിന് അവിടെ സ്ഥലമില്ലാത്ത അവിടെ ആംബിയൻസ് ഇല്ല. തങ്കപ്പെട്ട നെയ്മർ, മുത്ത് നെയ്മർ, തങ്കപ്പെട്ട നെയ്മർ. എന്നാ വാ. ഇതിന് ഞാൻ മനസ്സറിഞ്ഞില്ലല്ലോ. എന്തേലൊക്കെ എനിക്ക് വേണ്ട. വേണ്ടേ? ഞങ്ങൾ കഴിച്ചോളാം. മന്തി കുമാർക്ക് മേടിച്ചു കൊടുക്ക്. എനിക്ക് ചെറുത്. അതിന് ചെറിയ വെപ്സി. അമൃതം പൊടി ഒരു സംഭവം വെച്ചാൽ പാപ്പിയുടെ ജിമ്മിലെ മെയിൻ പ്രോട്ടീൻ അമൃതം പൊടി. അത് വേണം. അമൃതം പൊടി നേടുമ്പോൾ പാപ്പി ട്രിഗർ ആയത് വേറൊന്നും വിചാരിക്കും. ഇവൻ അമൃതം പൊടി മേടിച്ചതെന്ന് പറഞ്ഞാൽ പറ്റിച്ചു. പറഞ്ഞു പറ്റിക്കണോ? നീ എന്നെ പറ്റിയത്? ടോപ്പിക്ക് മാറില്ല. മന്തി ബാ. ഞാൻ ക്രിയേറ്റ് അടിച്ചിട്ട് എന്നാ അടിച്ചിട്ട് വാ. എന്തേലും ഒക്കെ അടിച്ചിട്ടൊന്ന് വേന്ന് വാ. അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിരിക്കുന്നു. മന്തി കണ്ണ സാർ പറയൂ, നമ്മൾ ഹാപ്പി അല്ലേ? പിന്നല്ല, ഇതിലും വലിയ സർപ്രൈസ് നെയ്മർ നമ്മളെ ഞെട്ടിച്ചല്ലേ? നെയ്മർ വേറെ വല്ല സർപ്രൈസും കൊണ്ട് വരുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. നെയ്മർ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ലെറ്റ്സ് ഗോ. എന്താണ് പാപ്പി മന്തി കഴിക്കാൻ പറ്റാത്ത? ഞാൻ മറ്റേ ഇത് നെയ്മറിന്റെ മയില്, ഇത് നെയ്മറിന്റെ കൊക്ക്, ഇത് നെയ്മറിന്റെ പൂച്ച. ഇല്ലയോ പോയോ? അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ നെയ്മർ? ഇത് നെയ്മറിന്റെ ബൈക്ക്, നെയ്മറിന്റെ കാറ്. നെയ്മർ വൺ റിച്ചാണ്, പെണ്ണൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മള് അപ്പോൾ നമ്മള് മന്തിക്കട പോയിട്ട് കട അടച്ചിട്ടു. സോ നമ്മൾ അടുത്തതായി നമ്മുടെ ചില്ലീസിൽ വന്നു. ചില്ലീസിൽ വന്നത് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നല്ലേ ഇവർ വന്നത്. വ്ളോഗ് എടുക്കുകയും കറക്റ്റ് ടൈമിൽ വന്ന്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയിട്ട് ഒരു സെക്കൻഡ് തുറന്നു കൊടുത്തോട്ടെ. സ്വാഗതം. എന്താണ് മുത്തേ വാങ്ങിയത്? എന്നാ വാങ്ങിയത്? പൊറോട്ട ചില്ലി ചിക്കൻ. ബർത്ത്ഡേ ബോയ്, യു ആർ ഗ്രേറ്റ്. എന്നാ പറ്റി? ബർത്ത്ഡേ ബോയ് അല്ലേ പൈസ കൊടുത്തേ? അപ്പൊ ഞങ്ങൾ പോയിട്ട് ബാക്കി എന്നെ സംഭവം എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നെയ്മർ നമുക്ക് എന്തൊക്കെയാ വാങ്ങി തന്നോ പാപ്പി?
പിന്നെ പൊറോട്ട എന്തൊക്കെ പൊറോട്ട ചില്ലി ചിക്കനൊക്കെ വാങ്ങി തന്ന വലിയ മനസ്സുള്ള ആളാണ്. എല്ലാവരും ബർത്ത്ഡേക്ക് ഇതുപോലെ ഫ്രണ്ട്സിന് ചെയ്തു കൊടുക്കുക. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും ചെയ്യല്. അപ്പോൾ ഈ വ്ളോഗ് കൂടെ അവസാനിക്കുക. അടുത്തൊരു നല്ല വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ് അടിക്കാനും മറക്കേക്കല്ല്. ഓക്കെ ഓക്കെ ബൈ. ഇവിടെ ഓക്കെ ബൈ.